നമസ്കാരം. പൂച്ചയ്ക്കാർ മണി കെട്ടുമെന്ന് വിചാരിക്കുമ്പോഴാണ് ഒരാളൊരു മണിയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ അങ്ങോട്ട് മണി കെട്ടുന്നതിൻ്റെ ഒരു പെരുന്നാൾ പോലെയാണ് സംഭവിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി, ഒപ്പം തന്നെ മുൻ കോട്ടയം MP, മാത്രമല്ല കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ നേതാവ് തോമസ് ചാഴിക്കാടൻ കൂടെ ഇപ്പോൾ പറയുന്നു തൻ്റെ പരാജയത്തിന് മുഖ്യമന്ത്രിയും കാരണമായി എന്ന്. LDFിൻ്റെ തോൽവിയിൽ മുഖ്യമന്ത്രി മാത്രം പഴിചാരുന്നത് ശരിയല്ല എന്ന് പാർട്ടി ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി അടക്കം നിലപാടെടുത്തപ്പോഴാണ് ചാഴിക്കാടൻ തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ വേണ്ടി വന്നിരിക്കുന്നു. കോട്ടയത്ത് തോൽവിക്ക് ആക്കം കൂട്ടിയത് മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ കൂടിയാണ് എന്ന് തന്നെയാണ് ചാഴിക്കാടൻ പറയുന്നത്. പാലായിൽ വെച്ച് നടന്ന നവകേരള സദസ്സിൽ റബ്ബറിൻ്റെ താങ്ങുവില വർദ്ധിപ്പിക്കൽ, പാലാ നഗരസഭാ സ്റ്റേഡിയം നവീകരണം, ചേർപ്പുങ്കൽ പാലം പൂർത്തിയാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ അത്തരത്തിൽ പറഞ്ഞതിന് ഈ ചാഴിക്കാടനെ പരസ്യമായി ശകാരിച്ചത് തോൽവിക്ക് കാരണമായി എന്ന് തന്നെയാണ് ചാഴിക്കാടൻ പറയുന്നത്. കിട്ടേണ്ട പല CPM വോട്ടുകളും ലഭിച്ചിട്ടില്ല എന്നും അതെങ്ങനെ മാറിപ്പോയി എന്നൊക്കെ വിശദമായി അന്വേഷിക്കണമെന്നുമാണ് ചാഴിക്കാടൻ ഇപ്പോൾ പറയുന്നത്. കാരണം ചാഴിക്കാടന് കാര്യം മനസ്സിലായി, ആരോ കൃത്യമായി പണി കൊടുത്തു. കനത്ത തോൽവി നേരിട്ട സ്ഥിതിക്ക് ഇനി താൻ എന്തിനിതൊക്കെ മറച്ചു വെക്കണമെന്നുകൂടി ചാഴിക്കാടൻ ആ യോഗത്തിൽ പറഞ്ഞതായാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇത് ജനങ്ങളെ സേവിക്കാനോ അവരെ കേൾക്കാനോ അവരുടെ പ്രശ്നം പരിഹരിക്കാനോ ഉള്ള യാത്രയല്ല എന്ന് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ചാഴിക്കാടന് ഇപ്പോൾ തിരിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ സത്യം. കാരണം ഇപ്പോഴാണ് വ്യക്തമായത്. ഒരിക്കൽ കോട്ടയത്ത് തോൽക്കേണ്ട ആളായിരുന്നില്ല തോമസ് ചാഴിക്കാടൻ. കാരണം നല്ല പ്രവർത്തന മികവ് പുലർത്തിയ മികവുറ്റ ഒരു MP ആയിരുന്നിട്ടും അദ്ദേഹം തോറ്റുപോവുകയായിരുന്നു. ശരിക്കും വിഷമകരമായ വസ്തുത തന്നെയാണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നവകേരള സദസ്സിൽ റബ്ബറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വേദിയിൽ നിന്നും തോമസ് ചാഴിക്കാടനെ മുഖ്യമന്ത്രി അപമാനിച്ചത് ഇന്നും ജനം മറന്നിട്ടില്ല എന്നുള്ളതാണ്. അന്ന് തോമസ് ചാഴിക്കാടനോ അവരുടെ പാർട്ടിയിലെ നേതാക്കളോ ഇതിനെതിരെ ഒരക്ഷരം മിണ്ടിയില്ല. അങ്ങനെ ഒരക്ഷരമെങ്കിലും പറയാനോ പ്രതികരിക്കാനോ തയ്യാറായിരുന്നുവെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെയോ ഉള്ള ഒരു ഫ്രാൻസിസ് ജോർജ്, ഇടുക്കിക്കാരനാണ്, എവിടെയോ ഉള്ള ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിക്കുക തന്നെ. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി അപമാനിച്ചു. അപ്പോൾ സ്ഥലം MP എന്ന നിലയിൽ ചാഴിക്കാടൻ തിരിഞ്ഞു നിന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ 1,00,000 വോട്ട് ചുമ്മാ ചാഴിക്കാടന് കിട്ടിയേനെ. എന്തുകൊണ്ട് പറഞ്ഞില്ല? അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് ചാഴിക്കാടനും കൂട്ടരും കാട്ടിയതിൻ്റെ പേരാണ് അടിമത്തം എന്നുള്ള വിമർശനം. ആ അടിമത്തം എന്ന വിമർശനം ഉയർന്നു വരികയാണ്. ജോസ് കെ മാണി അടിമയായി മാറി. ഇപ്പോഴെങ്കിലും തനിക്ക് പറ്റിയ പാളിച്ച തിരിച്ചറിഞ്ഞ് നന്നായി. രാജാവ് നഗ്നനാണെന്ന് പറയുവാനുള്ള ധൈര്യം പ്രജകൾക്ക് കിട്ടിത്തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. 100% ശരിയായ രീതിയിൽ തന്നെ ചാഴിക്കാടൻ്റെ കരണത്ത് കൊടുത്ത കാരണഭൂതൻ രാജാവിനെ ചെള്ളയ്ക്ക് തന്നെ കൊടുക്കണം എന്നുള്ളതാണ് സത്യത്തിൽ. കള്ളമാണി എന്നും KM മാണിയെ അന്ന് കേരളമാകെ വിളിച്ച് ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ പോലും സമ്മതിക്കാതെ കേരളത്തിൻ്റെ എക്കാലത്തെയും മികച്ച ധനകാര്യമന്ത്രിയായ KM മാണിയെ സഭയ്ക്കകത്തും പുറത്തും തടഞ്ഞ് ഇത്രയേറെ ദ്രോഹിച്ച CPMൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ പാർട്ടി ചേർന്നു, അദ്ദേഹത്തിൻ്റെ മകൻ ചേർന്നു എന്നതിൻ്റെ ശിക്ഷയോ ഇതൊന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് കേരള കോൺഗ്രസ്സുകാർ അടക്കം ഇപ്പോൾ ആലോചിക്കുകയാണ്. ആരൊക്കെ ഇവർക്കൊപ്പം കൂടിയാലും KM മാണിയുടെ ആത്മാവിന് ക്ഷമിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കേണ്ടത് ചാഴിക്കാടനും സ്വന്തം പാർട്ടിയും നേതാക്കളുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാലായിൽ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി പരാജയപ്പെട്ടത് പോലും CPMൻ്റെ ആത്മാർത്ഥതയില്ലായ്മയല്ലേ വ്യക്തമാക്കുന്നത്? അതെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? CPM പാലായിൽ കൃത്യമായി വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ ജോസ് കെ മാണി അവിടെ വിജയിക്കുമായിരുന്നു. അതാർക്കാണ് അറിയാൻ പാടില്ലാത്തത്? അതാർക്കാണ് ചിന്തിക്കാൻ കഴിയാത്തത്? ഇപ്പോഴെങ്കിലും ചാഴിക്കാടന് കാര്യം മനസ്സിലായി. ഇനി അതുകൊണ്ട് അദ്ദേഹം ഇത് തുറന്നു പറയുന്നു. ഈ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, കൂടുതൽ നാറുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോകുന്നതാണ് നല്ലത് എന്ന്. ഇപ്പോൾ ഇത് ഏറ്റവും യോജിക്കുന്നത് അല്ലെങ്കിൽ പറയാൻ കഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെയാകുന്നു. കാരണം കാരണഭൂതനെന്നും ദൈവമെന്നും ഒക്കെ വിശേഷിപ്പിച്ച സ്വന്തം പാർട്ടിക്കാർ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയെ ജില്ലകൾ തോറും കമ്മിറ്റികൾ വിളിച്ചു ചേർത്ത് ആക്ഷേപിക്കുകയും വിമർശനങ്ങൾ കൊണ്ട് പൊതിയുകയുമാണ്. പോരാത്തതിന് ഇപ്പോൾ ഘടകകക്ഷികളുടെ വക വേറെയും വരുന്നുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു സരിതയെ കൊണ്ട് ഇല്ലാത്ത നുണകൾ പറയിച്ച് എന്നല്ലാതെ അതിനകത്ത് കോൺഗ്രസോ മറ്റ് ഘടകകക്ഷികളോ ഒരു തരത്തിലുള്ള ആക്ഷേപവും പറഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയല്ലേ? ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിക്കാരും ഘടകകക്ഷികളും എടുത്തിട്ട് പെരുമാറുന്നു. ഇതാണ് സത്യം. അത് ചെയ്യുമ്പോഴും രാജാവായി നടന്ന മനുഷ്യൻ ഇപ്പോൾ മത്തിയുടെ വില പോലും ഇല്ല എന്ന് പറയുന്ന പോലെ ആയിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാര്യങ്ങൾ. സത്യത്തിൽ പരാജയത്തിൻ്റെ യഥാർത്ഥ കാരണം പഠിക്കാതെ അത് ആരുടെയെങ്കിലും തലയിൽ സ്വന്തം പരാജയം കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതും ഒരിക്കലും ശരിയല്ല എന്ന് പിണറായി മനസ്സിലാക്കുക.
കോട്ടയം മണ്ഡലത്തിലുള്ള കേരള കോൺഗ്രസ് മാണി വോട്ടുകൾ പൂർണ്ണമായിട്ടും ചാഴിക്കാടിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. CPM-ന്റെ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടോ അത് പരിശോധിക്കണം. മണ്ഡലത്തിൻ്റെ എറണാകുളം ജില്ലയിൽ നിന്നുള്ള മണ്ഡലങ്ങളിൽ നിന്ന് കേരള കോൺഗ്രസ് പൂർണ്ണമായിട്ടും ചാഴിക്കാടിന് വോട്ടുകൾ പോൾ ചെയ്യിപ്പിച്ചോ എന്നുമൊക്കെ കണക്കാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇവിടെ CPM ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ മാറ്റിയോ? പിറവത്ത് ചാഴിക്കാടിൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവിൻ്റെ നേതൃത്വത്തിൽ തന്നെ എല്ലാവർക്കും ബീഫ് സദ്യ വിളമ്പി ചാഴിക്കാടിൻ്റെ പരാജയം ആഘോഷിച്ചതും നമ്മളൊക്കെ മാധ്യമങ്ങളിൽ കണ്ടതാണ്. അതും മറന്നിട്ടില്ലല്ലോ. ഇതൊന്നും നോക്കാതെ വെറുതെ തോൽവിക്ക് ഒരു കാരണം കണ്ടെത്താൻ ശ്രമിക്കരുത് എന്നും അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് അത് കോട്ടയത്ത് തോറ്റു എങ്കിലും ചങ്ങനാശ്ശേരിയിൽ കിട്ടിയ 16,000 വോട്ട് കൊണ്ട് അതുകൊണ്ടാണ് കൊടിക്കുന്നിൽ മാവേലിക്കരയിൽ ജയിച്ചത് എന്നുള്ള കാര്യം കൂടി ഇവിടെ ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുന്നു ചാഴിക്കാടിനെ. കാരണം അവിടെ മാവേലിക്കരയിൽ 16,000 വോട്ടിനകത്ത് കൊടിക്കുന്നിൽ സുരേഷ് ആ വോട്ടുകൾ നേടിയിട്ടുണ്ട് എങ്കിൽ അവിടുത്തെ MLA എന്ന് പറയപ്പെടുന്നത് ഈ പറയുന്ന ചാഴിക്കാടിൻ്റെ പാർട്ടിയിൽപ്പെട്ട ജോബ് മൈക്കിളാണ് എന്നുള്ളത് മറന്നു പോവുകയും ചെയ്തത്. എന്തായാലും എല്ലാ പാപഭാരങ്ങളും പിണറായി വിജയൻ്റെ തലയിലേക്ക് കെട്ടിവെക്കുവാൻ പാർട്ടിയുടെ തന്നെ ജില്ലാ കമ്മിറ്റികൾ ഇപ്പോൾ മത്സരിക്കുമ്പോൾ ഇതാ ഘടകകക്ഷികൾ കൂടി ഓരിയിടുകയാണ്, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയുവാൻ ഓരോ ഘടകകക്ഷിയും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ തകർന്നു പോകുന്നത് ഈ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന നേതാവിൻ്റെ പ്രതിച്ഛായയാണ്. അങ്ങനെ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് തകർന്നു പോകുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ അത്തരത്തിലുള്ള പ്രതിച്ഛായയില്ല. ജനങ്ങളോട് സംവദിക്കാത്ത, ജനങ്ങളോടൊന്നും ചിരിക്കാത്ത ഒരു നേതാവിനെ ജനങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നിട്ടും സഹിച്ചു അവരുടെ അണികൾ ഇത്രയും നാൾ. പക്ഷേ ആ അണികളടക്കം, ജില്ലാ കമ്മിറ്റി നേതാക്കളടക്കം, സംസ്ഥാന കമ്മിറ്റി നേതാക്കളടക്കം പിണറായിയോട് പറയുന്നത് ഒരൊറ്റ കാര്യമുള്ളൂ. പണ്ട് ഉമ്മൻചാണ്ടിയോട് പറഞ്ഞതുപോലെ ഇപ്പോൾ ചിലപ്പോൾ CPM-ന്റെ സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും അണികളും അടക്കമുള്ളവർ ഇപ്പോൾ പിണറായിയോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ: കൂടുതൽ നാറുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോവുക എന്നുള്ളത്. അത് ചെയ്യുവാനുള്ള ഒരു കരുത്ത് കാണിക്കൂ. അതെങ്കിലും നിങ്ങൾ കരുത്തോടുകൂടി, ആർജവത്തോടുകൂടി കാണിക്കൂ. രാജിവെച്ച് ഒഴിഞ്ഞു പോകാനെങ്കിലും ശ്രമിക്കൂ. ഇല്ലെങ്കിൽ നിങ്ങൾ നാണക്കേടായി ഇറങ്ങിപ്പോകേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ്.